I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide, follow lights, take me where I wanna visit. Are you alive? Or just breathing? Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide, follow lights, take me where I wanna visit. Are you alive? Or just breathing? എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു 5 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതും ലിഥിയം ബാറ്ററി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി സോളാർ സെറ്റപ്പാണിത്. സൺ പവർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ 485 വാട്ട്സിൻ്റെ 10 പാനലാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സോളാർ പ്ലാന്റ് വഴി ഈ ഒരു വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. 485 വാട്ട്സിൻ്റെ 10 സോളാർ പാനലുകൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മൊത്തം 4850 വാട്ട്സ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ലിഥിയം ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്, ഇതിനകത്തൊരു ബാക്കപ്പിന് വേണ്ടി. പക്ഷേ നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഇത് ഒരു ഓൺ ഗ്രിഡ് സെറ്റപ്പിലേക്ക് ആക്കി KCBയിലേക്ക് കറണ്ട് കൊടുക്കാനും സാധിക്കും. നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് ബാറ്ററി ഇല്ലെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇൻവെർട്ടറാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ പറയുന്നുണ്ടാവും. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോളാർ സിസ്റ്റമാണ് ഇത്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ സാധാരണ ഒരു C10 സോളാർ ബാറ്ററി ഉപയോഗിക്കാണ്ട് ലിഥിയം ബാറ്ററി തിരഞ്ഞെടുത്തു എന്നതിനുള്ള കാരണങ്ങൾ ഞാൻ പറയാം. ആദ്യമായിട്ട് നമ്മുടെ കൂട്ടുകാരൻ നാട്ടിൽ ഇല്ല, പുള്ളി പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ C10 ബാറ്ററി ആണെങ്കിൽ അതിനകത്ത് ഇടയ്ക്ക് അതിൻ്റെ ബാറ്ററി വാട്ടറൊക്കെ ചെക്ക് ചെയ്യണം, ഫില്ല് ചെയ്യണം, പിന്നെ അതിൻ്റെ ഗ്രാവിറ്റി നോക്കണം, പിന്നെ അത് വയ്ക്കാൻ കുറേ അധികം സ്പേസ് വരും. അങ്ങനെ നിരവധി കുഴപ്പങ്ങളുണ്ട്. കാരണം പുള്ളി നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് വാട്ടർ ഫില്ല് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പുള്ളി പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ സാധനം നമ്മൾ ഒരു വയ്ക്കാൻ കുറച്ചധികം സ്ഥലം ഒപ്പിക്കണം. പിന്നെ നമ്മുടെ ഇത് ചാർജ് ആകുമ്പോൾ ഇതിനകത്ത് കുറച്ച് സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ലിഥിയത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള യാതൊരുവിധ തടസ്സങ്ങളുമില്ല. അതായത് ഗ്രാവിറ്റി നോക്കേണ്ട ആവശ്യമില്ല, വാട്ടർ ഒഴിക്കേണ്ട ആവശ്യമില്ല, വേറെ മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് സ്പേസ് മതി. പിന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബാറ്ററി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് വില കൂടുതലാണ് എന്നൊരു പ്രശ്നം മാത്രമേ ഇവിടെ നമുക്ക് ബാധിക്കുന്ന ഒരു കാര്യമുള്ളൂ. കുറച്ച് വില കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതിനകത്തുനിന്ന് കൂടുതൽ ഉപകാരങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇതിനകത്ത് നമുക്ക് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാം, അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. അത് ലിഥിയത്തിൻ്റെ ഒരു ഹൈലൈറ്റ് സംഭവമാണ്. ഈ ഒരു സോളാർ പ്ലാന്റ് വഴി നമുക്ക് പാചകം വരെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ മൺചട്ടിയിൽ മീൻ കറി വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ്. മൺചട്ടി കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇൻഡക്ഷൻ അല്ല, ഇത് ഇൻഫ്രാറെഡ് വഴി വർക്ക് ചെയ്യുന്ന കുക്കറാണ്. ഈ ഒരു കുക്കറിൻ്റെ പ്രത്യേകത നമുക്ക് ഏതൊരു പാത്രവും വെച്ചിട്ട് പാചകം ചെയ്യാൻ സാധിക്കും. അതും നല്ല ഫാസ്റ്റായിട്ട് തന്നെ പാചകം ചെയ്യാം. ഇത് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സോളാർ പാനൽ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല അടിപൊളി ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നടന്ന് കൈകാര്യം ചെയ്യാം. അത്യാവശ്യം വീതി നീളമുള്ള ഒരു നടപ്പാത തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരു സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ പാനലിൽ നിന്നും ലഭിക്കുന്ന ഒരു എഫിഷ്യൻസി തീരെ അങ്ങ് കുറഞ്ഞു പോകും. ഇവിടെ നമ്മൾ സോളാർ പാനൽ എർത്ത് ചെയ്തിരിക്കുന്നത് 6 സ്ക്വയറിൻ്റെ കോപ്പർ വയർ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടറും എർത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 എർത്തിങ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സോളാർ പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ എർത്തിങ് ചെയ്തിരിക്കണം. അത് വേണം
SPD മുതലായ നമുക്ക് കുറച്ച് സുരക്ഷ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ഡിവൈസുകളും നമ്മൾ ഉപയോഗിക്കണം. നിങ്ങൾ കുറച്ചധികം സോളാർ പാനൽ വയ്ക്കുകയാണെങ്കിൽ, കുറച്ച് ഹൈറ്റിൽ പൊക്കി വയ്ക്കുകയാണെങ്കിൽ അതിന് താഴെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് തുണി ഉണക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ കേബിൾ ടൈ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു സോളാർ പാനലിൽ നിന്നും വരുന്ന കേബിളൊക്കെ ടൈ ചെയ്ത് നീറ്റായിട്ട് വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് താഴെ എന്ത് ചെയ്താലും വേറെ തടസ്സങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് DC കേബിൾ തന്നെയാണ്. സോളാർ പാനലിൽ നിന്നും നമ്മുടെ ഇൻവെർട്ടറിലേക്ക് പോയിരിക്കുന്നത് DC കേബിൾ തന്നെയാണ്. അതൊരു PVC പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ താഴോട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് 4850 വാട്ട്സ് സോളാർ പാനൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പകൽ സമയത്ത് നല്ല രീതിയിൽ ലോഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ആ വീട്ടിൽ പാചകം ഉൾപ്പെടെ സകല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പകൽ ഗ്യാസും മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാചകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻവെർട്ടറിൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് നമുക്ക് പാനലിൽ നിന്ന് വരുന്ന ആ ഒരു വാട്ടർ എടുത്ത് നമ്മുടെ ഇൻവെർട്ടർ വഴി ലൈവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ കണ്ടത്. ഇവിടെ നമുക്ക് 4850 വാട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലിഥിയം ബാറ്ററി കൂടുതൽ ആംപിയർ കൊടുത്ത് ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളിവിടെ ആംപിയർ കൂടുതൽ കൊടുത്തിട്ടൊന്നുമില്ല, ഒരു ആവറേജ് ആംപിയർ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു 11:30 ആകുമ്പോഴത്തേക്ക് ഫുൾ ചാർജ് ആവും. പയ്യെ തിന്നാൽ പനയം തിന്നാം എന്ന് പറഞ്ഞ പോലെ നമുക്കിത് ഒറ്റയടിക്ക് ചാർജ് ഫുള്ളാക്കേണ്ട ആവശ്യമില്ല. ഇത്ര ഒരു വാട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പല ഐറ്റംസും നമുക്ക് ലൈവായിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മുടെ ഈ പറഞ്ഞ ലിഥിയം ചാർജിങ്ങും നടക്കും. നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു സോളാർ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ ലോഡ് അനുസരിച്ച് സെറ്റ് ചെയ്യുക. അധികം ലോഡൊന്നുമില്ലെങ്കിൽ, നമ്മൾ കൂടുതലായിട്ട് വാട്ട്സ് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അധികം സോളാർ പാനൽ വെച്ചിട്ട് വെറുതെ നമ്മുടെ പൈസ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഭാവിയിൽ പെട്ടെന്ന് ലോഡ് കൂട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല. ഈ കാണുന്ന കുഞ്ഞൻ ബാറ്ററിയാണ് ഈ പറഞ്ഞ 48 വോൾട്ട് 100Hൻ്റെ ലിഥിയം ബാറ്ററി. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ. 5 kVയുടെ ഇൻവെർട്ടറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ഇരുന്ന് നമ്മുടെ ഈ ഇൻവെർട്ടർ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. സെൽക്രോണിക് എന്നാണ് ഈ ഒരു ഇൻവെർട്ടർ കമ്പനിയുടെ ബ്രാൻഡ് നെയിം. എല്ലാ കേബിളുകളും ഫസ്റ്റ് വരുന്നത് ഈ ഒരു DBയിലാണ്. നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന കേബിളാണെങ്കിലും ഈ ഒരു DBയിൽ വന്നിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ വാട്ട്സ്, ആംപിയർ, വോൾട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് ഒരു മീറ്റർ നമ്മൾ ഇതിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും സൂര്യൻ ഇല്ല. ഇവിടെ വളരെ മങ്ങിയ ഒരു അന്തരീക്ഷമാണ്. നമ്മൾ മിക്ക സോളാർ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും നട്ടുച്ചയ്ക്കാണെങ്കിലും ആ സമയത്ത് സൂര്യൻ ഉണ്ടാവാറില്ല. സെൽക്രോണിക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ 5 kW ഇൻവെർട്ടർ ആണിത്. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 48 വോൾട്ട് 100Hൻ്റെ ബാറ്ററി ലിഥിയം നെക്സ്റ്റ് ചാർജ് എന്ന് പറഞ്ഞ് നമ്മുടെ എക്സൈഡ് ഗ്രൂപ്പിൽ നിന്ന് അവരെ സബ് ബ്രാൻഡിൽ നിന്ന് വരുന്ന ഒരു ബ്രാൻഡാണിത്. എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇൻവെർട്ടറും അതുവേണം ഈ ഒരു ലിഥിയം ബാറ്ററിയുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നമ്മളിത് മൊബൈൽ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്തൊരു പാർട്ടായിട്ട് നമ്മൾ 2ാം ഭാഗം ചെയ്യുന്നതായിരിക്കും. അതിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഈ ഇൻവെർട്ടറിൻ്റെ പ്രത്യേകതകളും നമുക്കിതിലും ചെറിയ വാട്ട്സിൻ്റെ, അതായത് 2 kV പല പല ഇൻവെർട്ടേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദയവായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും അതുപോലെ നമുക്കൊരു കമൻറ്റും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ മാനിച്ചുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുത്തുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ലിഥിയം ബാറ്ററി വെച്ചിട്ട് ഒരു സോളാർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അത് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കും പലർക്കും അതൊരു ഉപകാരമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദി പറഞ്ഞുകൊള്ളുന്നു.